ഇന്ന് കാലത്ത് ഞാൻ കേട്ട ഒരു ബൈബിൾ വ്യാഖ്യാനത്തിൻ്റെ ഒരു അച്ഛൻ പറഞ്ഞതനുസരിച്ച് ആ ഒരു കാര്യത്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിൽ ആ ഭാഗം ഇങ്ങനെയാണ്: ശത്രുക്കളെ സ്നേഹിക്കുക എന്നാണത്. വളരെ രസകരമായൊരു ഭാഗമാണ്, പല പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ്. അത് വലിയൊരു ഭാഗമാണത്. ഞാൻ ഈ ഒരു ഭാഗം മാത്രം എടുത്തിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിൽ ആ അച്ഛനത് വിശദീകരിച്ചപ്പോൾ അച്ഛൻ്റെ ആറ്റിറ്റ്യൂഡുള്ള പല ആൾക്കാരും കാണും. അപ്പോൾ അതിൽ ഇങ്ങനെയാണ് അച്ഛൻ പറഞ്ഞത്. ഇങ്ങനെയാണ്: ശത്രുക്കളെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും പല ആൾക്കാരെയും നമ്മൾ സ്നേഹത്തോടു കൂടി എളിമയോടു കൂടി അവരോട് സംസാരിക്കാൻ പോകുമ്പോഴും അവരിൽ നിന്ന് വെറുപ്പ് മാത്രം പുറപ്പെടുന്നതായിരിക്കും. നമ്മൾക്ക് വേദനിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് മാറും, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞു. അവസാനം പറഞ്ഞത് അങ്ങനെയുള്ള വാതിലുകൾ നമ്മൾ അടച്ചു കളയുക എന്ന രീതിയിലാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ ഞാൻ ഒന്നുകൂടി ചിന്തിക്കുമ്പോൾ യേശുക്രിസ്തു എപ്പോഴും ക്ഷമയുടെ ഭാഗത്തും അതിൽ വിജയം കണ്ടെത്താനും നമ്മുടെ സമാധാനവും സന്തോഷവും ദൈവവുമായിട്ടുള്ള ബന്ധമാണ് ഇതിൽ സ്ട്രോങ് ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും പോകണമെങ്കിൽ നമ്മളിൽ വെറുപ്പ് പാടില്ല. ആ ഒരു വ്യക്തി, അത് വ്യക്തിയുടെ പ്രശ്നമാണ്. വെറുപ്പുണ്ടെങ്കിലും വെറുപ്പില്ലെങ്കിലും നമ്മൾ സ്നേഹിക്കാൻ പഠിക്കുക. ആ ഒരു വ്യക്തിനെ നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക. ഒരു സഹായം വേണമെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കുക, ഒരു സപ്പോർട്ട് വേണമെങ്കിൽ നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുക. ഇത്രയും കാര്യം നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് സമാധാനം ഉണ്ടാകും. അതാണ് ബൈബിളിൽ ഉദ്ദേശിക്കണമെന്നാണ് എനിക്ക് മനസ്സിലായത്. അതെൻ്റെ വ്യൂ ആയിരിക്കാം. അപ്പോൾ ഒരു വാതിലടച്ച് മാറ്റിക്കളയല്ല വേണ്ടത്. വി ലവ് ഹിം. മറ്റത് സ്നേഹിക്കുന്നുണ്ടോ വെറുപ്പുണ്ടോ എന്നുള്ളതൊക്കെ അത് ആ വ്യക്തിക്ക് വിട്ടുകൊടുക്കുക. അതല്ലേ ശരി. സോ കീപ് സ്മൈലിംഗ് ആൻഡ് സ്റ്റേ പോസിറ്റീവ്.